സ്നേഹമുള്ളവരെ, കുടുംബ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സാമീപ്യം. എന്താ സാമീപ്യം? പരമാവധി സമയം ഞാൻ എൻ്റെ ഭാര്യയോട് ചേർന്നിരിക്കണം. പരമാവധി സമയം ഞാൻ എൻ്റെ ഭർത്താവിനോട് ചേർന്നിരിക്കണം. പരമാവധി സമയം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് ചേർന്നിരിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. സാമീപ്യം കൊടുത്തോ കുടുംബം ആനന്ദദായകമായ ഒന്നായിട്ട് മാറും. സാമീപ്യം, ശാരീരിക സാമീപ്യമുണ്ട്, മാനസിക സാമീപ്യമുണ്ട്, ആത്മീയ സാമീപ്യമുണ്ട്. 3 സാമീപ്യങ്ങൾ കൊടുക്കാൻ പഠിക്കണം. എന്താ ശാരീരിക സാമീപ്യം? ഓടി നടക്കുക, കൂടെ ഇരിക്കാൻ സമയമില്ല. പലപ്പോഴും ഫാമിലി കൗൺസിലിങ്ങിന് ആൾക്കാർ വരുമ്പോൾ ഒരു വലിയ പ്രശ്നം, സംസാരിക്കാനും അടുത്തിരിക്കാനും ഭർത്താവിന് സമയമില്ല. അലയുന്നു, കഷ്ടപ്പെടുന്നു, എല്ലാം ചെയ്യുന്നു, പക്ഷെ അടുത്തിരുന്ന് മിണ്ടാൻ സമയമില്ല. പലപ്പോഴും ദമ്പതിമാരോട് പറഞ്ഞു വിടും, 30 ദിവസം 15 മിനിറ്റ് വീതം അടുത്തിരുന്ന് വെറുതെ വർത്തമാനം പറയണം. 30 ദിവസം കഴിയുമ്പോൾ പ്രശ്നങ്ങൾ തീരുന്ന കാണാം. ഒരു 15 മിനിറ്റ് അടുത്തിരുന്നുള്ള ഒരു സംസാര രീതി, അത് പ്രത്യേകിച്ചും നമ്മൾ മനസ്സിലാക്കുക. അത് കുടുംബത്തെ ബലപ്പെടുത്തും. അത് ആ ഒരു ശാരീരിക സാമീപ്യം. എത്ര പിണക്കം വന്നാലും അരിശം വന്നാലും പിണങ്ങി 2 മുറികളിൽ കിടക്കാൻ പോകരുത്. ഒരു മുറിക്കുള്ളിലേ കിടക്കാവൂ. കുഞ്ഞുങ്ങൾ അത് കാണണം. അവിടെ സ്നേഹത്തിൻ്റെ തരംഗം ദമ്പതികളിൽ ഉയരും. അപ്പോൾ ശാരീരിക സാമീപ്യം. 2, മാനസിക സാമീപ്യം. എന്താ മാനസിക സാമീപ്യം? വടക്കുനോക്കി യന്ത്രം വടക്കോട് തിരിഞ്ഞിരിക്കുന്ന പോലെ ഭാര്യയുടെ മനസ്സെപ്പോഴും ഭർത്താവിലേക്ക് തിരിയണം. ഭർത്താവിൻ്റെ മനസ്സ് ഭാര്യയിലേക്ക് തിരിയണം. ഇതാണ് മാനസിക സാമീപ്യം എന്ന് പറയുക. മനസ്സ് തിരിഞ്ഞിരിക്കുക. ഭർത്താവ് എവിടെ പോയാലും ഭാര്യയുടെ മനസ്സിൽ ആ മുഖം മായാതെ സൂക്ഷിക്കണം. ഭാര്യ എവിടെ പോയാലും ആ മുഖം ഭർത്താവിൻ്റെ മനസ്സിലും മായാതെ സൂക്ഷിക്കണം. ഇതാണ് മാനസിക സാമീപ്യം എന്ന് പറയുക. 3, ആത്മീയ സാമീപ്യം. എന്താണ്? ഒരുമിച്ച് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വേണം, ഒരുമിച്ച് ദേവാലയത്തിൽ പോകണം, ഒരുമിച്ച് പ്രാർത്ഥനാ യോഗങ്ങളിൽ പങ്കെടുക്കണം, ഒരുമിച്ച് വേദപുസ്തകം വായിക്കണം. ഈ ശാരീരിക, മാനസിക, ആത്മീയ സാമീപ്യം കൊടുക്കുമ്പോൾ ദമ്പതിമാരുടെ ദേഹത്തു നിന്നും ഒരു തരംഗം ഉയരും. ആ തരംഗത്തിൻ്റെ പേരാണ് ലവ് വേവ്സ്, സ്നേഹതരംഗങ്ങൾ. അപ്പോൾ ഒരാളുടെ വികാരം മറ്റേയാൾക്ക് അറിയാൻ പറ്റും. പള്ളിയിൽ പോയ ഭാര്യയ്ക്ക് പെട്ടെന്നെന്തോ ഒരു തലവേദന പോലെ, പെട്ടെന്ന് വീട്ടിൽ വരുമ്പോൾ തലവേദന കൊണ്ട് പൊളയുന്ന ഭർത്താവ്, സ്നേഹതരംഗത്തിൽ നിന്ന് തിരിച്ചറിവ്. ജോലിക്ക് പോയ ഭർത്താവിന് പെട്ടെന്നൊരു നെഞ്ചുവേദന, തിരിച്ചു വരുമ്പോൾ ഭാര്യ നെഞ്ചുവേദന കൊണ്ട് പിടയുന്നു. ഇതാണ് സ്നേഹത്തിൻ്റെ തരംഗം. ഞാൻ നടന്നു പോകുമ്പോൾ എൻ്റെ കാലിൽ ഒരു മുള്ളു കൊണ്ടാൽ കൈ കെട്ടിയെന്ന് പറയുമോ? കൊള്ളട്ടെ, അങ്ങനെ കൊള്ളട്ടെ. മുള്ളു മാത്രമല്ല, മുള്ളാണിയും കുത്തി കയറട്ടെ. കൈ ഓടിച്ചെല്ലും, മുള്ളു വലിച്ചു വരും, മരുന്ന് വെച്ച് കെട്ടും. ഇതുപോലെ ഭാര്യയ്ക്ക് നൊമ്പരം വരുമ്പോൾ ഭർത്താവിന് നൊമ്പരം വരുമ്പോൾ ഭാര്യ പറയല്ലേ, നീറട്ടെ, അങ്ങനെ നീറട്ടെ, നീട്ടിയേക്കാ പോലെ നീറട്ടെ, എന്നെ നിന്നെ നീറ്റാനുള്ള സമയം ഇതാ വന്നിരിക്കുന്നു. ഇല്ല. കരഞ്ഞോ ഒരുമിച്ച് കരയും, ചിരിച്ചോ ഒരുമിച്ച് ചിരിക്കും. നമ്മൾ കാണുന്നില്ലേ മെഴുകുതിരി? ഒരിക്കൽ കുറച്ച് മെഴുകൊരിടത്ത്, തിരികൾ മറ്റൊരിടത്ത്. ഒരു തിരിക്ക് എന്നാ പറ്റിയാലും മെഴുകിനെ ബാധിക്കുകയല്ല, മെഴുകിന് എന്നാ പറ്റിയാലും തിരിയേയും ബാധിക്കുകയല്ല. പക്ഷെ പിന്നീട് മെഴുകും തിരിയും കൂടി മെഴുകുതിരിയായി. തിരി കത്തിയാൽ മെഴുകുരുവും, മെഴുകുരുകിയാൽ തിരി കത്തും. ഭർത്താവ് ഉരുകിയാൽ ഭാര്യ കത്തും, ഭാര്യ കത്തിയാൽ ഭർത്താവ് ഉരുവും. ഇതാണ് ജീവിതം. അപ്പോൾ സാമീപ്യം നമ്മൾ കൊടുക്കണം. ആ സാമീപ്യം കുടുംബത്തെ ബലപ്പെടുത്തും, ബന്ധങ്ങളെ ബലപ്പെടുത്തും. അങ്ങനെയുള്ള ആ സാമീപ്യം, സംതൃപ്തി, സുരക്ഷിതത്വം, സ്വാതന്ത്ര്യം, ഇതെല്ലാം കൂടി ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ ഭൂമിയിലെ സ്വർഗമായിട്ട് കുടുംബം മാറുന്നു. നന്ദി.